ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുത്തമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണുള്ളത്. സൺഡേ സാധാരണ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുള്ളതുകൊണ്ട് മാത്രം നമ്മൾ സാറ്റർഡേ സൺഡേ ഹോസ്റ്റലിൽ നിന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇത് ഹോസ്റ്റൽ ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ ഇത് ഹോസ്റ്റലിലേക്ക് പോണ വഴിയാണ്. ജസ്റ്റ് പ്രൈവറ്റ് റോഡ് പോലത്തെ റോഡാണ്. അപ്പോൾ ഇവിടെ ബാക്കിൽ കുറച്ച് വാഴക്കൃഷി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ രാവിലെ സമയം 6:30 ആയപ്പോൾ ഞാൻ എണീറ്റു. മിക്കവാറും ദിവസങ്ങൾ 6:30 എനിക്കാൻ നോക്കാറുണ്ട്. പറ്റുന്ന ദിവസമൊക്കെ എനിക്ക് മിക്കവാറും എനിക്കാൻ നോക്കും. അപ്പോൾ 6:30 എനിക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി ഞാൻ പല്ലേക്കിലാണ്. പല്ലേക്കിൽ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരും. അതായത് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, നല്ല അടിപൊളി ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ റോഡാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പരിപാടി വെച്ചാൽ ജസ്റ്റ് കുറച്ച് എക്സസൈസ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു 6:30 ടൈമിലൊക്കെ എനിക്ക് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നിങ്ങൾക്കിവിടെ ബാക്കിൽ ജസ്റ്റ് കാണാൻ പറ്റും. അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഈ 6:30 സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യും. ചെറിയ എക്സസൈസുകളാണ്. ഞാൻ ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്തതിന് ശേഷം മിക്കവാറും പോയി കുളിക്കും. അതിന് ശേഷം ഫുഡ് കഴിക്കും. അപ്പോൾ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എക്സസൈസ് ചെയ്തുകൊണ്ട് കുറച്ച് കിടപ്പൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ താടീനെ കുറിച്ച് പറയണ്ടായിരുന്നു. അതായത് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു. അതായത് താടി കുറച്ച് ട്രിം ചെയ്താൽ ഭംഗിയായിരിക്കും, അതെന്താ ട്രിം ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എനിക്ക് വെക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ജസ്റ്റ് ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു താടി പഠിച്ച് അതിൻ്റെ കണ്ടിന്യൂറ്റി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. അപ്പോൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ഏകദേശം കഴിയാതായി. മിക്കവാറും ഈ ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്നാ നാളെ ഞാനൊക്കെ ആയിട്ട് മിക്കവാറും ഞാൻ ഈ ഒരു താടി ഷേവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പുതിയ ലുക്കൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് വേറെ വീഡിയോ ആയി ചെയ്യാം. പിന്നെ ഷോർട്ട് ഫിലിം മിക്കവാറും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ അപ്ഡേറ്റ്സ് സംഭവങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ വന്നാൽ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എന്താ സംഭവം എന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ഷൂട്ടിംഗ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്, അവിടെ ആയിരിക്കും മിക്കവാറും ഇന്നത്തെ ഷൂട്ടിങ്. അപ്പോൾ അതിന് ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് ഫുഡ് ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയി കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ രാത്രിയിലത്തെ ഫുഡ് ഇവിടെ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ എക്സാംസ് ഇതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പഠിക്കാനും പ്രൊജക്റ്റ് സംഭവങ്ങളൊന്നും ഇല്ല. പുതിയ സെമസ്റ്ററുകൾ സ്റ്റാർട്ടായി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫൈനൽ സെമ്മാണ്, അതായത് 6th സെമസ്റ്ററാണ്. ഞാൻ ഡിഗ്രിയാണ് പഠിക്കുന്നത്, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ 6th സെമസ്റ്റർ ലാസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് അപ്പോൾ സെമസ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം, ഡീറ്റെയിൽസ്. പിന്നെ വേണ്ടെങ്കിൽ പറയണ്ടെങ്കിൽ ഞാൻ ഇടയിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കുളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ അലക്കിട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് പോയി കുളിക്കാം. അപ്പോൾ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 7:20 പിന്നെ ഒരു കാര്യം പറയാൻ പോകുന്നത്, അതായത് നമുക്ക് ഞാൻ നേരത്തെ ചെയ്തൊരു സംഭവമാണ്. അതായത് വെള്ളം കുടിക്കൽ എന്തായാലും ചെയ്യണം. അതായത് രാവിലെ പല്ലേച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാൻ മറന്നു. പിന്നെ വെള്ളം കുടിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് പറയാം. ഓക്കെ. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. രാവിലെ കഴിഞ്ഞതിന് ശേഷം പല്ലേച്ചതിന് ശേഷം എന്തായാലും വെള്ളം കുടിക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ടൈം പറ്റുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തലവേദന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊന്നും വലിയ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഡേ മൊത്തം. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എനിക്ക്. അതായത് വെള്ളം കറക്റ്റായിട്ട് ടൈമിൽ കുടിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ ഹെൽത്തി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറി പല്ലേറ്റ് കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എക്സസൈസൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 7:20 നമ്മുടെ ഹോസ്റ്റലിൽ ഫുഡ് വരുമ്പോൾ ഏകദേശം 7:30 ടൈമാവും. അപ്പോൾ നമ്മൾ രാവിലെ എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ടൈമാണ്. അതായത് ഒരു 6:00 കഴിഞ്ഞാൽ പോലും നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നാൾ രാവിലെ എനിക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതായത്
രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള സംഭവമാണ്. അതായത് ഇങ്ങനെ കുറേ ടൈം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലേപ്പ് കഴിഞ്ഞു, കുളി കഴിഞ്ഞു, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ എല്ലാ ടൈം ചെയ്തതിന് ശേഷം ഇപ്പോൾ 7:20 ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാ സംഭവങ്ങളും ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് രാവിലെ എനിക്കുമ്പോൾ വേറെ സംഭവം നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വ്യൂകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതെൻ്റെ ഹോസ്റ്റലിന് മുമ്പിലുള്ള വ്യൂ ആണ്. അതായത് ഇങ്ങനെ സൂര്യനൊക്കെ മുകളിൽ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു സൺലൈറ്റ്, ഒരു ഗോൾഡ് കളർ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് സൈക്കിൾ ഔട്ടാനൊക്കെ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാണ് മോർണിംഗിലത്തെ വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നീങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വ്യൂ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ മുടിയൊക്കെ ഫുള്ളായിട്ട് വലുതായി, മുടി താടിയും മിക്കവാറും ഷൂട്ട് കഴിയുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയും താടിയൊക്കെ വെട്ടും. അപ്പോൾ ലുക്കൊക്കെ അത്യാവശ്യം അടിപൊളി വേറെ ലുക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇന്ന് വെട്ടുകയാണെങ്കിൽ മുടിയുടെ താടിയുടെയൊക്കെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്, ഇഡ്ഡലിയും അതേപോലെ തന്നെ ചട്നിയാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തതിന് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതേ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, 2-3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലി ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ വന്നത് നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഷൂട്ടിങ്ങിന് പോകണം. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയാതായിട്ട്. അപ്പോൾ ഇവിടെയായിരുന്നു ഇന്നത്തെ ഷൂട്ടിംഗ്. ഇത് നമ്മുടെ എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ ഇവിടെയായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഷൂട്ടിങ്ങൊക്കെ നടന്നു. അപ്പോൾ ഇത് ഒരു ഷോർട്ട് ഫിലിമാണ്, അതായത് മാർവൽ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് വഴി പറയാം. അപ്പോൾ അതിനുശേഷം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിക്കായി. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് മന്തിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ ചാലക്കുടിയിലുള്ള മന്തി മനസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ ചാലക്കുടിയിൽ മന്തി മനസ്സിലെത്തി, കുഴിമന്തി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് പ്രണോയ് നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം മെയിൻ റോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ മന്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സീനിയർ ചേട്ടനാണ്. അത് സീനിയർ ചേട്ടൻ്റെ വകയായിരുന്നു നമ്മുടെ മന്തിന്ന് സ്പോൺസർ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രവീൺ, അതേപോലെ റിയാസ്, ഇത് ഈ കാണിക്കുന്ന ജോയലാണ്. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ മന്തി വന്നു. അപ്പോൾ ഇനി നമ്മൾ മന്തി കഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മന്തി കഴിച്ചതിന് ശേഷം നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി, നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിയതാണ്. പക്ഷേ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു, നമുക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷൻ തേടി പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. ഇത് നമ്മുടെ ചാലക്കുടിയിലുള്ള ആറങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആറങ്ങാലിയിൽ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രണോയുടെയും മാരിയുടെയും ഒരു ചെറിയ സീനാണ്. അപ്പോൾ പ്രണോയും മാരി അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അവിടെ സിറിലാണ് ഇപ്പോൾ ക്യാമറ ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ഡയറക്ടറാണ്, റിയാസാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുടി വെട്ടാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുടി കുറച്ചധികം വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ, മുടിയും താടിയും. അത് ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരു ലുക്കും കൂടി ഉണ്ട്, ഒരുമാതിരി ലുക്കായും ഇത് കഴിയുമ്പോൾ, ഈ വെട്ടി കഴിയുമ്പോൾ. കാരണം നമ്മൾ മൊത്തം മുടിയും താടിയൊക്കെ വെട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, പിന്നെ അപ്പം ഇൻസ്റ്റയിൽ റീലിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുടി വെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ മുടി മൊത്തമായിട്ട് കളയാൻ പോവാണ്. അതിന് ശേഷം നമ്മൾ താടിയും കളയും. ഒരുമാതിരി ലുക്കാവും. ഇപ്പോൾ ഇനി എൻ്റെ പുതിയ ലുക്ക് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് റിയാക്ഷൻ കാണിച്ചു തരാം. റിവ്യൂ പറ, എങ്ങനെയുണ്ടെന്ന് പറ. റിവ്യൂ പറ എങ്ങനെയുണ്ടെന്ന് പറ. ഒരാളെ മന്തി കഴിക്കാൻ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതികാരം ജീവിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ ലുക്ക്. മുടിയൊക്കെ വെട്ടി ബസ് കട്ടടിച്ചതാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ലുക്കാക്കിയിട്ട്. അപ്പോൾ അത്രയും നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്.